ഞാൻ വനമന്ത്രിയായപ്പോൾ എൻ്റെ മണ്ഡലത്തിലെ ചിലരുടെ ചോദ്യം, സതീശൻ വനവാസത്തിന് പോകുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ സാറാന്നല്ലോ വനവാസത്തിന് പോയെന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് പകരം ഒരു വിഷയമുണ്ടായി. ചവറ മണ്ഡലത്തിൽ തീരപ്രദേശത്ത് 4 കാട്ടുപന്നി എന്ന് കാണുന്ന സാഹചര്യം ഉണ്ടായി. അന്നേരം ഇതിൻ്റെ ശല്യം എത്രത്തോളം വ്യാപിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ജൂൺ 15-ന് ഞങ്ങൾ ഒരു സ്പെഷ്യൽ ഡ്രൈവ്, ഇന്നിപ്പോൾ കാട്ടുപന്നിയാണേലും ഇത് വെർമിനായി പ്രഖ്യാപിക്കാൻ കേന്ദ്ര നിയമം അനുവദിക്കുന്നില്ല. കേന്ദ്ര നിയമത്തിൽ പലതവണ ഇതിനു വേണ്ടി ശ്രമിച്ചെങ്കിലും ചെയ്യുന്നില്ല. ഞങ്ങൾ ആ ശ്രമം ഉപേക്ഷിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട ഗവർണറെ ഞാൻ കണ്ട് അദ്ദേഹത്തിൻ്റെ സഹായം തേടിയിട്ടുണ്ട്. ഈ കണക്കുകൾ വെച്ചുകൊണ്ട് കേന്ദ്രത്തിനെ കണ്ട് വെർമിനായി ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ കർഷകർക്ക് തന്നെ കൊല്ലാൻ, നമ്മൾ വനത്തിനോട് തൊട്ട് ചേർന്ന് ഉള്ളിടത്ത് റെസ്ട്രിക്ഷൻ ഉണ്ടാകും, ബാക്കിയുള്ളിടത്ത് കർഷകർക്ക് തന്നെ കൊല്ലാനുള്ള അനുവാദം സ്വാഭാവികമായിട്ട് അങ്ങനെ കിട്ടും. പക്ഷേ ഇല്ലാത്തടത്തോളം കാലം ഇപ്പോൾ ഓണററി വൈൽഡ് ലൈഫ് വാർഡൻ എന്ന് പറയുന്ന ഒരു തസ്തിക പഞ്ചായത്ത് പ്രസിഡന്റ്മാർ കൊടുത്തിട്ടുണ്ട്. അത് വെച്ചുകൊണ്ടാണ് അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാവുന്നത്. അവർക്ക് ഇപ്പോൾ ഷാർപ്പ് ഷൂട്ടേഴ്സിനെ നമ്മൾ അവർക്ക് വെച്ച് കൊല്ലാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒരു പഞ്ചായത്തിൽ ഒരു ഷൂട്ടർ പോലും ഇല്ല. ഒരു ഷൂട്ടർ വന്നു കഴിഞ്ഞാൽ 5-6 ദിവസം ഇതിൻ്റെ പുറകെ നടന്നാലേ ഒരെണ്ണത്തിനെ കണ്ടെത്തി കൊല്ലാനൊക്കത്തുള്ളൂ. എന്താണേലും ഞങ്ങളൊരു സംവിധാനം ഉണ്ടാക്കി ജൂൺ 15 മുതൽ ഈ വൈൽഡ് ലൈഫിനെ, ഈ 100 ദിവസത്തിനകം വൈൽഡ് ലൈഫിനെ നിയമപരമായി നിന്നുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഡ്രൈവ്, അതിൻ്റെ കൊല്ലാനുള്ള ഒരു ഡ്രൈവ് തന്നെ നമ്മൾ നടത്തുകയാണ്. കാരണം ഈ നാട്ടിലേക്ക്, വനത്തിനകത്തല്ല, വനത്തിൻ്റെ പുറത്തേക്ക് ഇത് ഏറ്റവും വലിയ കർഷകർക്ക് ഉപദ്രവമായി മാറിയ മേഖലയിൽ നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇപ്പോൾ ഏതെങ്കിലും ഷൂട്ടേഴ്സ് ഇല്ലാത്ത പഞ്ചായത്തുകളിലേക്ക് മറ്റ് പ്രദേശത്തു നിന്ന് ഷൂട്ടേഴ്സിനെ കൊടുത്ത്, ഷാർപ്പ് ഷൂട്ടേഴ്സിനെ കൊടുത്ത് നിലവിലുള്ള നിയമങ്ങൾ ഊർജിതപ്പെടുത്തി ഈ വൈൽഡ് ലൈഫിൻ്റെ ഈ കൃഷിക്ക് ഏറ്റവും നാശം ഉണ്ടാക്കുന്നതിന് ഒരു അറുതി വരുത്താൻ വേണ്ടിയുള്ള പരിശ്രമം ഞങ്ങൾ നടത്തുകയാണ്. ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. മൂന്നാർ ഏറ്റവും